അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം ഇതാ അവലാണ്. അവലിനിപ്പോൾ ഏത് മോഡലായാലും കുഴപ്പമില്ല. നല്ല വെള്ള അവലുണ്ടാവും, തവിടുള്ള അവലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇനി വറുത്ത അവലുണ്ടാവും. ഏതായാലും ഒരൊറ്റ ഗ്ലാസ്, ഒരു കപ്പ് അവലെടുക്കുക. അത് നന്നായിട്ടൊന്ന് കഴുകുക കേട്ടോ. അവല് കഴുകിക്കൊള്ളണമെന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവല് പല സ്ഥലത്തു നിന്നൊക്കെ വരുന്നതുകൊണ്ട് അത് തുറന്നിട്ടിട്ടും അവിടെയും ഇവിടെ ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ പരിപാടി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് കഴുകുകയുണ്ടേ. അവല് കഴുകാതെ നല്ല വൃത്തിയുള്ളത് നമ്മൾ തന്നെ മില്ല് കൊണ്ടേക്കാണ്ട് കുത്തിച്ച് കൊണ്ടുവന്ന അവലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കഴുകരുത് കേട്ടോ. കാരണം ഇത് കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ തവിടൊക്കെ പോവാണ്. തവിടൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമാണ്. പക്ഷെ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയ അവലായതുകൊണ്ടാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകിയത്. ആ കഴുകിയ അവല് ലേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് എന്ത് ചെയ്ത് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള തൊലിയൊക്കെ കളഞ്ഞ് അതിന്മേലൊരു പൂപ്പലൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തതാണ്. നമ്മൾ സ്പീഡിൽ ഇങ്ങനെ സവാള കട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു കട്ടക്കട്ടായിട്ടൊക്കെ ചാടും. പക്ഷെ നമ്മൾ ആ ഒരു കട്ടക്കട്ടായി ചാടിയതൊക്കെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇതളായിട്ട് നമ്മളെ സവാള കിട്ടും കേട്ടോ. അപ്പോൾ നല്ല നേരിയതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം സവാള. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എരിയൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു എരിയൻ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സവാളൊക്കെ നല്ലോണം മുരിഞ്ഞ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സവാള അങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ അവല് പെട്ടെന്ന് തന്നെ നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അവലായതുകൊണ്ട് തന്നെ നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ നനച്ചാണ്ട്. അപ്പോൾ ആ അവല് നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറ്, ഇനിയിപ്പോൾ വലുത് വേണമെങ്കിൽ എടുക്കാം, ജാറ് ചെറുത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഈ ചെറിയ ജാറാകുമ്പോൾ എന്താ പറയുക, നമ്മളിതിൽ വറ്റൽമുളക് അങ്ങനെ വറുത്തതോ അല്ലെങ്കിൽ വെയിലത്ത് നിർത്തുന്നത് നല്ല നെരിഞ്ഞതോ ഒന്നുമല്ല. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത്യാവശ്യം തണുത്ത വറ്റൽമുളകാണ്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടണം ഒന്ന് പൊടിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് ചെറുതാവുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുക. 3-4 അല്ലി വെളുത്തുള്ളിയും ആ മുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തേണ് കേട്ടോ. അപ്പോൾ 2-3 വറ്റൽമുളക് ആയതുകൊണ്ടാണ് 2 വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണിത് ഇതിലൊന്ന് പെരളാനേ ഉള്ളൂ മിക്സിൻ്റെ ജാറിൽ. ഒരുപാടൊന്നുമില്ല, അടിയിലൊന്നുമില്ല, ചുറ്റോടിറ്റും കെടുക്കുകയാണ്. അപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിൽ നിന്ന് ഒഴിവാക്കാനും നിൽക്കണ്ട. ആ ഒരു അവലിന്ന് പകുതി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളത്തിട്ടപ്പോൾ തന്നെ ആ വെള്ളം 1/2 ഗ്ലാസ് വെള്ളം വെള്ളത്തിട്ടപ്പോൾ നമ്മൾ ഒഴിച്ചിക്കണേ. അതിന് മുമ്പ് കഴുകിയപ്പോൾ അതിൽ കുറേ വെള്ളം ബാക്കിയൊക്കെ ഉണ്ട്, ഊറ്റിയിട്ട് മുഴുവനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചൊരു അവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തുക്കണേ. അപ്പോൾ നിങ്ങൾ വലിയ ജാറിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 വട്ടമാക്കി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 കപ്പ് അവലല്ലേ, 1 ഗ്ലാസ് അവല്. അപ്പോൾ 1 ഗ്ലാസ് അവല് അത്യാവശ്യം വലുപ്പമുള്ള നമ്മൾ അരിയൊക്കെ അരക്കണ ജാറാണെങ്കിൽ ആ ഒരു ജാറിലിട്ടിട്ട് ഒറ്റ അര വരച്ചാൽ മതി കേട്ടോ. ഞാൻ അരി അരക്കണ ജാറ് തീരെ മൂർച്ചയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മുളകും വെളുത്തുള്ളിയും അരക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജാറെടുത്തത്. അപ്പോൾ അതിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ 2 വട്ടമാക്കിയിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവല് അരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു നമുക്കൊരു ഒട്ടണ പോലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിൽ നിന്ന് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സ്പൂണൊക്കെ ഒഴിവാക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് വടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതാ മുഴുവൻ ഇങ്ങോട്ട് വടിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു 3-4 അല്ലി കറിവേപ്പില ഇതിന് വല്ലാത്തൊരു രുചി കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ കറിവേപ്പില നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് ഉൾപ്പെടുത്തണോ അത്രത്തോളം നമ്മുടെ ശരീരത്തിന് നല്ലൊരു സാധനമാണ് കറിവേപ്പില. പ്രത്യേകിച്ച് ഈ ഒരു പലഹാരത്തിന് കറിവേപ്പിലക്ക് നല്ലൊരു പങ്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചിട്ടില്ല, ഒരു 3-4 അല്ലിയൊക്കെ എടുത്ത് കറിവേപ്പില നന്നായിട്ടൊന്ന് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് കണ്ട് ഇട്ട് കൊടുത്താണ്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നിങ്ങൾ കണ്ടോ എന്താണ്, മുളകാണ്. ഈ മുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പച്ചമുളകാണ്. പക്ഷെ പച്ചമുളകൊന്ന് പഴുത്തുക്കണ്, ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കരണ്ടൊക്കെ പോയതുകൊണ്ടാണെന്നറിയില്ല, പഴുത്തുക്കണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ചുവപ്പ്. തക്കാളിയൊന്നും വിചാരിക്കണ്ട കേട്ടോ, പച്ചമുളകാണ്. അത്യാവശ്യം എരിയുള്ള മുളകായതുകൊണ്ട് തന്നെ ഒരെണ്ണം എടുത്തിട്ടേ ഉള്ളൂ. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തേണേ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇഞ്ചിയാണ്. ഇഞ്ചും ഈ ഒരു പലഹാരത്തിന് അത്യാവശ്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ പച്ചമുളക് ഇല്ലേലും കുഴപ്പമില്ല, കാരണം ഇതിൽ വറ്റൽമുളക് ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഇഞ്ചി അത്യാവശ്യം ഒരു ഇഞ്ചി കഷ്ണത്തിൽ, ഒരു ഇഞ്ചി വലുപ്പത്തിൽ തന്നെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
പിന്നെ നമ്മൾ ഈ ഒരു സവാള ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചാൽ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു 1/2 കപ്പ് കടലമാവ്. ഇനിയിപ്പോൾ ഈ കടലമാവ് ഞാൻ ഇട്ട് കൊടുക്കണ്ടെങ്കിലും നിങ്ങളടുത്തില്ലെങ്കിൽ ഇതിന് പകരം ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് കടലമാവും 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് മൈദ മാത്രം ഉള്ളെങ്കിൽ ഈ ഒരു അളവ്ക്ക് 1 കപ്പ് അവലിക്ക് 1 കപ്പ് കടലമാവ് എടുത്താൽ മതി. അതില്ലെങ്കിൽ 1 കപ്പ് ഇതെടുക്കുക, എന്ത് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ. അപ്പോൾ ഞാനിപ്പോൾ അരിയിച്ചാണ് എടുത്തിരിക്കണത്. രണ്ടും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് രണ്ടും എടുത്തത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സവാള, ഈ അവല്, ഈ 1/2 കപ്പ് ഗോതമ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് കടലമാവൊക്കെ ഉണ്ടല്ലോ, അതിക്കൊക്കെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നല്ലൊരു കളറ്, നമ്മൾ പലഹാരത്തിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം പാർന്നിട്ട് കുഴക്കണ്ട, ആദ്യം തന്നെ കുറച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കുക. ഈ അവലിൻ്റെ നനവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ അവലിൻ്റെ നനവക്ക് ഇതിലേക്ക് പിന്നെ എത്ര വേണം, പിന്നെ ഉള്ളിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെള്ളം ഇറങ്ങലൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം പിടി കിട്ടും. ഈ ഒരു ഇതൊക്കെ കുറച്ചൊന്ന് നനഞ്ഞെന്ന് തോന്നിയിട്ട് ബാക്കിയുള്ള വെള്ളം കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് കുഴച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ എല്ലാ അംശങ്ങളും എത്തുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കട്ടോ. ഇനിയിപ്പോൾ ഇത് എല്ലാ അംശവും എല്ലാ ഭാഗത്തും എത്താന്ന് പറയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ജസ്റ്റ് ഒന്നിങ്ങനെ കുഴക്കുമ്പോഴേക്കും എല്ലായിടത്തും എത്തും. അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. കാരണം ഞാനിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറയാൻ കഴിയൂല. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. വെള്ളം ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഇതിന് ഏകദേശം ആവണുള്ളൂ. പിന്നെ ഓരോരുത്തരെയും പൊടി ഇടലിനനുസരിച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം, നമുക്കിതിൽ ഉപ്പുണ്ടോയെന്ന് ഈ ഒരു ടൈമിൽ നോക്കണം. ഇതിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് തന്നെ ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൽ എല്ലായിടത്തും എത്തുമല്ലോ. കാരണം നമ്മൾ വെള്ളം കൂട്ടിയിട്ടുള്ള പരിപാടിയാണോ അതിനെ ഉപ്പ് വീണ്ടും ഇട്ടൊക്കെ വെക്കുക. പക്ഷെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൽ ഉപ്പിടാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കുഴക്കണ സമയത്ത് ഉപ്പ് വേണോ വേണ്ടെന്നൊക്കെ നോക്കുക. അപ്പോൾ ഏതായാലും ഇത് കുഴക്കാന്ന് പറയുന്നത് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി ഇത് കുഴച്ചതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യട്ടെ. ഇതിൻ്റെ പരിപാടി 80% കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മളെ കൈ നല്ലോണം ഒന്ന് കഴുകുക. നമ്മളിപ്പോൾ ഇതിങ്ങനെ കുഴച്ച ഇതൊക്കെ നമ്മളെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കല്ലേ, അവലും നല്ലോണം ഒട്ടും, പിന്നെ മൈദയും കടലമാവൊക്കെ ഒട്ടും. അപ്പോൾ ഒട്ടുമ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ കഴിയൂല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു കുഴക്കൽ മിക്സ് ചെയ്യൽ കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കൈ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കൈ നല്ലോണം ഒന്ന് നനയ്ക്കുക. ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചാൽ മതിയാവും. അങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം കൈ ഒന്ന് അതിൽ മുക്കുക. എന്നിട്ട് ഒന്ന് കൈ ഒന്ന് കുടയുമ്പോൾ അതിൽ നിന്ന് വെള്ളം കുറേ പോകും. കൈ ജസ്റ്റ് ഒരു നനവേ ഉണ്ടാവുള്ളൂ. ആ ഒരു നനവേ പാടുള്ളൂ. എന്നാലും നനവേറാനും പാടില്ല. എന്നാൽ അത്യാവശ്യം നനവ് വേണേനോ. എന്നിട്ട് ആ നനവിൽ നമുക്ക് അത്യാവശ്യം ഒരു ചെറുനാരങ്ങനെ വലുപ്പത്തിലൊക്കെ ഒരു ഉണ്ട എടുത്തിട്ട് നല്ലോണം ഉരുട്ടിയതിന് ശേഷം, നിങ്ങൾ കണ്ടില്ല ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമ്മളൊരു ചായക്ക് വെള്ളം വെച്ചിരുന്നെന്ന് വെച്ചാൽ, ഒരു ചായക്ക് വെള്ളം വെച്ചുകൊണ്ട് വേഗം ഇതിനൊരുങ്ങിയാൽ ചായ വെള്ളം തിളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രിപ്പയറിംഗ് ഒക്കെ കഴിയും. ഈ പ്രിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ വെള്ളം വെച്ചിട്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ഇതിന് ഒരുങ്ങിയാൽ ചായ തണുക്കുന്ന സമയം കൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന മാത്രമല്ല, ഇത് എന്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല മുരിയും ചെയ്യും കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കണ പരിപാടിയല്ല. എന്താ അറിയോ, നമ്മൾ അവലുകൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കൂലേ, എല്ലാം മധുരം വെച്ചിട്ടാവും ചെയ്യുക. പക്ഷെ ഇത് നല്ല എരിവും ക്രിസ്പിയും, പിന്നെ ഇതിനിപ്പോൾ ഉള്ളിവടൻ്റെ ടേസ്റ്റാണോ ചോദിക്കുകയാണെങ്കിൽ ഉള്ളിവടനേക്കാളും മറികടന്നൊരു രുചിയാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഇത്. കാരണം അവലല്ലേ, അവൽ നമ്മൾ എങ്ങനെ ചെയ്താലും രസമാണല്ലേ. പഞ്ചസാര ഇട്ടിട്ടും ശർക്കര ഇട്ടിട്ടും ഒന്നും വേണ്ടതുപോലെ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും വല്ലാത്തൊരു രുചിയാണ് ഇത് അവല്. അപ്പോൾ ഈ ഒരു അവല്, അതുപോലെ തന്നെ നമ്മളെ റേഷൻ കടയത്തെ അരി, ചോറക്കണ അരി, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു രുചിയാണ്.
അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ എന്താ ഇനിയിപ്പോൾ എന്നൊക്കെ കരുതി ഒരു 10-50 കുട്ടികളുടെ അടുത്ത് കൊടുത്തയച്ചാൽ തന്നെ വീട്ടിൽ 2-3 കുട്ടികളുടെ പോലും കിട്ടൂല. 2 ബിസ്ക്കറ്റും കൂടി പോലും കിട്ടാത്തൊരു ടൈമാണ്. 50 ഒന്നിനുമില്ല. പക്ഷെ നമുക്കത് കിട്ടാൻ കുറേ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ പൈസക്ക് ചിലവാകാതെ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ എന്ത് തന്നെയാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ സാധിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇതുപോലുള്ള ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കട്ടോ. കാരണം ഞാനിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഫ്രഷ് ആയിട്ടുള്ള ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ എണ്ണ കുടിക്കുകയൊന്നുമില്ല. പക്ഷെ ഇതിൽ കുറച്ചൊക്കെ ബാക്കിയാകുമ്പോൾ ഞാൻ എന്താ ചെയ്യാറോ, മീൻ പൊരിക്കണീനാലും അങ്ങനത്തേനൊക്കെ ഈ എണ്ണ എടുക്കും. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ എണ്ണ ഇനി കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഒരു നാളെ മറ്റന്നാളെ ഒരാഴ്ച വരെ 2 ആഴ്ച വരെ ഒന്നും നമുക്ക് ഭാഗത്തേക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അഥവാ ഇത് എങ്ങനെയെങ്കിലും ലേശം നമ്മൾ എടുക്കാതെ ഒരാഴ്ചയൊക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് പേടിയാട്ടെ ഈ ഒരു പൊരിച്ചെണ്ണ എടുക്കാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അടുത്ത് വേറൊരു കുപ്പിയുണ്ട്, വലിയൊരു കുപ്പി, ഒരു 3-4 ലിറ്റർ എണ്ണ കൊള്ളുന്ന ജാതി കുപ്പിയുണ്ട്. അയക്കാണ്ട് ഊറ്റിവെക്കും. ഒരു 2-3-4 ദിവസമൊക്കെ കഴിയുകയാണെങ്കിൽ പിന്നെ ആ എണ്ണ അയക്ക് ഊറ്റിവെക്കലാണ്. എന്തിനാ വെച്ചാൽ ഇങ്ങനെ ഒരു കൂടി വന്ന് 1 ലിറ്റർ 2 ലിറ്ററൊക്കെ ആയാൽ നല്ലോണം ഒരുപാട് സാബൂൻ ഉണ്ടാക്കാൻ പറ്റും. സാബൂൻ്റെ കിറ്റ് കുറഞ്ഞ പൈസക്ക് കിട്ടും ചെയ്യും. പിന്നെ എണ്ണയൊക്കെ ഏതായാലും നമ്മൾ ഒരുപാട് ഫ്രീ അല്ലേ, ഇങ്ങനെ കേടാവുമെന്ന് വിചാരിച്ചിട്ട് എടുത്തേക്കണമൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ സാബൂന് വേണ്ടിയിട്ട് എടുക്കണതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ഓയിൽ ഹോട്ടലിലായാലും ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും ഒഴിച്ച എണ്ണ തന്നെ വീണ്ടും ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കും. എല്ലാ ഹോട്ടലിലും ബേക്കറിയിലും അല്ല കേട്ടോ, ചില ഹോട്ടലിലൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഓലിഞ്ഞിപ്പോൾ ഒരു 6 മാസം വരെ ഇതന്നെ തുടരുമോ, കുറേശ്ശെ ഇങ്ങനെ ചട്ടി വറ്റുമ്പോൾ പിന്നെ ഒഴിച്ചു കൊടുക്കും, പിന്നെ ചട്ടി വറ്റാനാകുമ്പോൾ പിന്നെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഒക്കെ പരിപാടി. അപ്പോൾ എന്നോ കാലത്തുള്ള എണ്ണക്കയിൽ ഇങ്ങനെ ചൂടാകുകയാണ് കാര്യം. അല്ലെങ്കിൽ നമ്മൾ എണ്ണ ഒരിക്കൽ ചൂടാക്കിയത് വീണ്ടും ചൂടാക്കിയത് എന്നാണ്. പിന്നെ ഇപ്പോൾ ഞാൻ 2 ദിവസം വരെ 3 ദിവസം വരെയൊക്കെ നിൽക്കും, എന്നാലും വേഗം ഒഴിവാക്കാൻ നോക്കൂട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടില്ലേ, ഞാൻ കൈയൊക്കെ നനച്ച് ഓരോ ഉരുള പ്രസ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ പരന്ന പാത്രമാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 4 എണ്ണല്ല ഇട്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5ഉം 6ഉം ഒക്കെ ഇട്ടുകാണ്ട് വേഗം നമ്മളെ പണി എന്താണെന്ന് വെച്ചാൽ കഴിച്ച് സലാമത്താകാം. അപ്പോൾ എന്താ വെച്ചാൽ ഈ റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഓൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാനൊരു ദിവസം എന്താണെന്നറിയില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ ഓളെ വീട്ടിലേക്ക് പോയി, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിട്ടിരുന്നു. പിന്നെ ചടച്ചപ്പോൾ ഓൾ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ പറഞ്ഞു. അപ്പോൾ ഓൾ ഉണ്ടാക്കുന്ന അവലുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഓള് അവലുകൊണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കണേ. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒരു വെറൈറ്റിയും. പിന്നെ ഇത് ഉണ്ടാക്കിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എൻ്റെ കറമുറ ഇങ്ങനെ ചെല്ലും ചെയ്യുക. എന്താണ് ഇതിൻ്റെ രുചി എന്ന് എനിക്ക് പറയാൻ കഴിയാത്ത അത്രയും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അവളോട് ചോദിച്ചു നോക്കി ഇതിലെന്തൊക്കെ ചേർക്കണമെന്ന്. കാരണം അവൽ മാത്രമാണോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ എല്ലാം എന്നോട് പറഞ്ഞു തന്ന്. അപ്പോൾ പറഞ്ഞു തന്നെ ഞാൻ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ എൻ്റെ പഠിച്ചോനെ ഇത് തികഞ്ഞില്ല എന്ന് തന്നെ നിങ്ങളോട് പറയാം. ഒരു 10-15 ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഇത് തികഞ്ഞില്ല കേട്ടോ. ഇത് പിന്നെ ഞാൻ അങ്ങനെ വിചാരിക്കുക, പിന്നെ ഉണ്ടാക്കണം നേരത്തെ ഇതിൻ്റെ രുചി അറിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കൂടി ഒന്ന് കാണിച്ചു തരണം. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടാവും ഇത്. പക്ഷെ ചിലവർക്കൊക്കെ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതോട് താല്പര്യമില്ലാതെ മടിച്ചുകളുണ്ടാവും. എന്നെ പോലത്തെ മടിച്ചുകൾക്കൊക്കെ എന്താ പറയുക, ഇതൊന്നും കണ്ടാലും ഒരു പുറസത്തും ഉണ്ടാവില്ല. വേഗം ഒരു 20-25 കൊടുത്തിട്ട് വീട്ടിൽ ഹോട്ടലിലോ പീടികയിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറയും കുട്ടികളോട്. പക്ഷെ കുട്ടികളങ്ങനെ ഹോട്ടലിലും ബേക്കറിക്കൊക്കെ എന്തെങ്കിലും ചെറിയ സാധനത്തിന് പോയി വരുമ്പോൾ ഓർക്ക് എന്തൊക്കെ കണ്ടാൽ പൂജാവും ചെയ്യും. നമ്മുടെ അടുത്ത് വാങ്ങി കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് അതിനൊന്നും ആവശ്യമില്ലാതെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയാൽ കുറഞ്ഞ ചിലവുകൊണ്ട് ഒരൊറ്റ ഉള്ളിയൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ, ഇഷ്ടംപോലെ കഴിക്കും ചെയ്യുക. പിന്നെ ആണെങ്കിൽ പേടിക്കാതെ കഴിക്കും ചെയ്യുക. നല്ല ക്രിസ്പിയാണ് ഇട്ടത്, നല്ല ക്രിസ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. വലിയൊരു ചിലവോ കാര്യമോ സമയത്തിന് മെനക്കെടോ മല്ലിക്കെട്ടിക്കാണ്ട് കയ്യും കാലും വേദനയാകാണ്ടുള്ള പൊടി കുഴക്കലോ ഒന്നുമില്ല. നല്ല സുഖമാണ്, നല്ല ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചമ്മന്തിയോ ചട്നിയോ ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതിന് ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനാണ് നല്ല അസ്സലാമു അലൈക്കും.